ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഒരു മീൻ കറി ഇന്ന് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാളാഞ്ചി എന്ന് പറയുന്ന ഒരു മീൻ കൊണ്ടുവന്ന്. ആ മീൻ കുറച്ച് വലിയ മീനാണ്. അപ്പോൾ അത് മുളകിട്ടിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പാല് പിഴിഞ്ഞ് കറി വെച്ചാലായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പാല് പിഴിഞ്ഞ് കറി വെക്കണത് ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഈ മീൻ അങ്ങനെ ഇവിടെ വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ. ഒരു വെറൈറ്റി പേരല്ലേ കാളാഞ്ചി. ഇനി വേറെ പേര് പറയുമെന്നൊന്നും എനിക്കറിയില്ല. മീൻ അത്യാവശ്യം നല്ല പിലോപ്പിയുടെ ഒക്കെ കൂട്ടിയിരിക്കണം കേട്ടോ. തൊലി ഒലിച്ചൊന്നുമല്ല, സാധാ നന്നാക്കി തന്നെയാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് കറി മൺചട്ടിയിലാണ് വെക്കണത്. അപ്പോൾ അതേ ഗ്യാസിൽ വെച്ചിട്ട് പുകഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിച്ചത്. സവാളയും ഇഞ്ചിയൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് പിന്നെ തീരുമാനിച്ചത്. അപ്പോൾ അതേ സവാള വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ സവാള ഇട്ടായിരുന്നു. അപ്പോൾ പുകഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. അത് മറന്നുപോയി. സവാള ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാസ് കത്തിച്ചത്. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് വാടാൻ വെക്കാം കേട്ടോ. ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാൻ ആദ്യം ഇടൂല. ഇഞ്ചി ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പിടിക്കും. അപ്പോൾ സവാള ഒന്ന് വാടി കഴിഞ്ഞിട്ട് ഇട്ട് അതിൻ്റെ കൂടെ തക്കാളിയുടെയും അരിഞ്ഞിടണമെങ്കിൽ തക്കാളി ഉള്ളാനും ഇഞ്ചി പിന്നെ അങ്ങനെ പിടിക്കൂല. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അത് ഒരു പകുതി തക്കാളിയാണ് കേട്ടോ, അത്രയും മതി. അപ്പോൾ ഒന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വാടണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് സവാള വാട്ടുമ്പോൾ ഞാൻ ഉപ്പിടാറുണ്ട്, ഇന്ന് മറന്നുപോയി. അപ്പോൾ അത് തക്കാളി ഇട്ട് കഴിഞ്ഞപ്പം അതിലേക്ക് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ ചിരണ്ടാനെടുത്തേ. തേങ്ങാപ്പാൽ പിഴിഞ്ഞാണുള്ള കറി വെക്കണത്. അപ്പോൾ ഈ ചിരവാന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് ചിരണ്ട. ഇത് ചെറിയ അടുക്കളയിലാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇത് നോക്കുകയും ചെയ്യാം, തക്കാളി റെഡി ആവുന്നത് നോക്കുകയും ചെയ്യാം. അതിൻ്റെ കൂടെ തേങ്ങ ചിരണ്ടലും നടക്കും. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് കഴുകിയിട്ട് എവിടെയെങ്കിലും ഒതുക്കി എടുത്ത് വെക്കാം. മറ്റേ ഫിറ്റ് ചെയ്യണ ചിരവായിരുന്നു ആദ്യം എൻ്റെ. അതെനിക്കൊരു തടസ്സമായിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ പിന്നെ ചിരണ്ടൂല കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് ചിരണ്ടി എടുക്കും. ചിരവയിൽ ചിരണ്ടാൻ എനിക്കിഷ്ടമല്ല ലാസ്റ്റ് ആകുമ്പോൾ. അപ്പോൾ സ്പൂൺ വെച്ച് ചിരണ്ടുമ്പോൾ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. തേങ്ങ ഇത്രയും എടുത്തിട്ടുണ്ട് പാല് പിഴിയാനായിട്ട്. അപ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം കേട്ടോ തക്കാളി. എന്നിട്ട് അതിലേക്ക് നമുക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടാവണ വരെയും ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, ശരിക്കും രണ്ടാം പാലിൽ എടുത്തിട്ട് അങ്ങനെ മീൻ അതിൽ വേവിച്ചെടുത്ത് പിന്നെ ഫസ്റ്റ് പാൽ ഒഴിച്ച് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഒരു പാലെടുക്കാറുള്ളൂ. വെള്ളത്തിലാണ് മീൻ വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മീനിടാം. വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുടംപുളിയുടെയും ഇട്ട് തിളപ്പിക്കണം കേട്ടോ. കുടംപുളി ഞാൻ ഇട്ടായിരുന്നു, പറഞ്ഞില്ലായിരുന്നു. മീനിട്ടിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് മീൻ വെന്തോളും. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ 2-3 വീഡിയോ എടുത്തപ്പോഴേ അത് ഷോർട്സ് പോലെ ആയിപ്പോയി കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ചില സമയത്ത് ഞാൻ ആ സ്റ്റാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പം ഇങ്ങനെ വരാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് ശ്രദ്ധിച്ചില്ല. അപ്പോൾ 2 വീഡിയോ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇനി വേറെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചെറുതായിട്ട് തിള വന്നാൽ മതി. ഒരുപാട് വെട്ടി തിളക്കരുത്. ചെറിയൊരു ചൂടാകുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചൂടിൽ അങ്ങനെ ഇരുന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫിഷ് മോളി എന്ന് പറയും, ഇങ്ങനെ പാല് പിഴിഞ്ഞ് കറി വെക്കണേന്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് കറി നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പാല് പിഴിഞ്ഞ് കറിയൊക്കെ എല്ലാവരും വെക്കണതാണ്, എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.